ശ്രീ പ്രകാശ് ബാരേത, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇവിടെ ശ്രീമതി പാർവതി അവരുടെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞു. അവിടെ റിയാക്ട് ചെയ്തതേ ഉള്ളൂ. പരാതി കൊടുത്തില്ല, ആരെക്കുറിച്ചും വേറെ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് തിരിച്ചറിയാവുന്ന പോലെ ഒന്നും പറഞ്ഞില്ല. ഒരു കാരവൻ സ്വന്തം നിലയ്ക്ക് വാടകയ്ക്ക് എടുത്തതിൻ്റെ പേരിൽ തന്നെ വർക്ക് കുറഞ്ഞു. നോക്കൂ, നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ജസ്റ്റിസ് ഹേമ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളും പരാതി പറയില്ല എന്നുകൂടി പറയുന്നുണ്ട്. പരാതി പറയില്ല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അടുത്ത് പരാതി പറയില്ല എന്നാണ്. സ്വന്തം മാതാപിതാക്കളുടെ അടുത്തോ കൊളീഗ്സിന്റെ അടുത്തോ വരെ പറയാൻ പേടിയാണ്. സ്വന്തം ജോലി, സ്വന്തം ജീവിതം, ജീവൻ, എന്തിന് അച്ഛനമ്മമാരുടെയോ ബന്ധുക്കളുടെയോ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് വിചാരിച്ച ഒരക്ഷരം പോലും പറയാതിരിക്കുന്ന, സ്വന്തം കൊളീഗ്സിനോട് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട്, സിസ്റ്റേഴ്സിനോട്, ബ്രദേഴ്സിനോട്, ഒരാളോട് പോലും ഈ കാര്യം പറയാനുള്ള അവസ്ഥയില്ലാത്ത സ്ത്രീകൾ സർക്കാരിന് മുമ്പിൽ പരാതി എഴുതിത്തരും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കുമെന്ന് സർക്കാർ പറയുന്നതിനകത്ത് താങ്കൾ സത്യസന്ധതയാണോ കാപട്യമാണോ കാണുന്നത്? ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെ അഫക്റ്റഡ് പാർട്ടീസിന്റെ തലയിൽ തന്നെ കുറ്റമിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പിന്നെ അവള് ശരിയല്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ബേസ് നേച്ചറാണ് അവിടെ വരുന്നത്. അത് നമുക്ക് മാറ്റി നിർത്താം. ഞാൻ മാല പാർവതി വളരെയധികം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ ശക്തമായി പ്രതികരിച്ച് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം മാല പാർവതിയുടെ തലയിൽ ഇതിന്റെ കുറ്റം കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞത് ശരിയല്ല. അതവിടെ മാറി നിൽക്കട്ടെ. കേരളം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. കാസ്റ്റിന്റെ പേരിലായാലും അങ്ങനെ ഒരുപാട് ക്ലാസിന്റെ പേരിലായാലും ഡിസ്ക്രിമിനേഷനൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ള, ലോകത്തിൽ തന്നെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ നടി ആക്രമിച്ച കേസിൽ തന്നെ ഈ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും സംഭവിക്കാത്ത കാര്യങ്ങളും കൂടിയാണ്. ഇന്ന് ഞാൻ ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമയിൽ പാപ്പ ന്യൂഗിനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബംഗാളി ആക്ടർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ സിനിമയൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുന്നത് നമുക്കൊക്കെ ചിന്തിക്കാനും പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമ സെറ്റപ്പാണ്, ഒരു കൾച്ചറാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ സമൂഹത്തിനെ ചോദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടെയുള്ള ആൾക്കാർ, മീഡിയയും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഇതിലെ പാളിച്ചകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി അത് പറഞ്ഞു വെച്ചിട്ട്, കാരണം ഇപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് 5 വർഷം എന്തിനാണ് ഈ പറഞ്ഞ എന്താണ് കമ്മീഷൻ ഓഫ് എൻക്വയറി അതിൽ രജിസ്റ്റർ ചെയ്തുകൂടായിരുന്നു? ആര് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലെന്ന്? ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയെ ഫിസിക്കലി സെക്ഷുവലി അറ്റാക്ക് ചെയ്യുകയും അത് ഈ പറയുന്ന ഇവിടുത്തെ അസോസിയേഷനിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ കുറ്റാരോപിതനായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഈ കമ്മിറ്റി ശരിയായ രീതിയിൽ ചെയ്യാത്തതിന്റെ കുറ്റം ഈ സ്ത്രീകൾക്കായോ ഇപ്പോഴും? അതെന്തുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല? 5 വർഷം ഡിലേ. എങ്ങനെയാണ് ഇത് മുഴുവൻ വായിച്ചിട്ട്? അതിന്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൾച്ചർ മിനിസ്റ്റർ പറയുകയാണ്, ഞാനിത് വായിച്ചിട്ടേ ഇല്ല. അതൊരു ക്രെഡിറ്റ് ആണോ? അത്രയും ഉത്തരവാദിത്വപരമായിട്ടാണോ ഒരു മന്ത്രി സംസാരിക്കേണ്ടത്? പിന്നെ ചോദിക്കുകയാണ്, ആർക്കാണ് ധൃതി, എന്തിനാണ് വെപ്രാളം? ഉണ്ട് സാർ, കാരണം ഇത്രയധികം ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ, ഈ സംസ്ഥാനത്ത് നിന്ന് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്ന യങ്സ്റ്റേഴ്സ് ഉള്ള നാടാണിത്. അവിടെയൊക്കെ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നതെന്നും സ്ത്രീകൾക്കെതിരെയുള്ള ഹറാസ്മെന്റിനെ എങ്ങനെയാണ് ചെറുക്കുന്നതെന്നും അവർക്കറിയാം. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട് സാർ. ടെക്നോളജി ഇൻഡസ്ട്രിയിലൊക്കെ എല്ലാ 6 മാസവും നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ്, ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല, എത്തരം തമാശകൾ പറയാം, അവരുടെ ഡ്രസ്സിനെ പറ്റി എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാം, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുണ്ട് സാർ. അവരൊക്കെ ഈ കടൽ കിഴവന്മാരെ, ഈ MCP തരവും കൊണ്ട് നടക്കുന്ന ഇവരെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇതൊക്കെ ഒലിച്ചു പോകേണ്ടതാണ്. അവരുടെ കൂടെ ഒലിച്ചു പോകണമോ അതോ ഇതിനെ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം ഇവിടെ.